നമ്മൾ AI റിലേറ്റഡ് ന്യൂസും വെബ്സൈറ്റുകളൊക്കെ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ പേജിൽ. AI ചാറ്റ് ബോട്ടുകളെക്കുറിച്ചും AI റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ നമ്മൾ മുമ്പ് ഇവിടെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് AI റിലേറ്റഡ് ന്യൂസിൻ്റെ ഒരു പുതിയ സെഗ്മെൻറ്റ് നമ്മളിവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കവർ ചെയ്യുന്നത് കുറച്ച് AI റിലേറ്റഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഗ്ലോബൽ AI മാർക്കറ്റ് വാല്യുവേഷൻ ഏകദേശം $391 ബില്യൺ കടന്നു എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രൊജക്ഷൻസ് പറയുന്നത് അടുത്ത 5 വർഷത്തോടുകൂടി ഏകദേശം 5 ഇരട്ടി വളർച്ച ഈ മേഖലയിൽ ഉണ്ടാകുന്നതാണ്. AI മാർക്കറ്റിൻ്റെ CAGR ഇപ്പോൾ തന്നെ 35.7% എത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കണക്കുകൾ വെച്ച് ഏകദേശം 97 മില്യൺ പീപ്പിൾസ് AI റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉള്ള കമ്പനികൾ ഏകദേശം 83% കമ്പനികൾ അവരുടെ ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ മുൻവയ്ക്കുന്നുണ്ട്. നമ്മൾ മൂവീസും ഷോസൊക്കെ കാണാൻ ഉപയോഗിക്കുന്ന നെറ്റ്ഫ്ലിക്സ് ഓട്ടോമേറ്റഡ് പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷനിലൂടെ $1 ബില്യൺ ഉണ്ടാക്കിയിട്ടുള്ളത്. 48% ബിസിനസ്സുകളിൽ വലിയ ഡേറ്റകൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് AI ഏജൻസിനെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഡയഗ്നോസിൻ്റെ ഭാഗമായിട്ട് 38% മെഡിക്കൽ പ്രൊവൈഡേഴ്സ് കമ്പ്യൂട്ടറും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉപയോഗിക്കുന്നു. ഈ ലാസ്റ്റ് വീക്കിലെ എല്ലാവർക്കും അറിയാവുന്ന ബിഗ് ന്യൂസ് ഗൂഗിൾ ജെമിനൈ എല്ലാവർക്കും അറിയാം. അവരുടെ വീഡിയോ ജനറേഷൻ പ്ലാറ്റ്ഫോമായിട്ടുള്ള Veo 3 ഇന്ത്യ അടക്കം 159 രാജ്യങ്ങളിൽ ഗൂഗിൾ അവതരിപ്പിച്ചു. ഇതുപയോഗിച്ച് സൗണ്ടുള്ള 8 സെക്കൻഡ് നീളമുള്ള 3 ജനറേഷൻസ് വരെ ഒരു ദിവസം നമ്മൾക്ക് ജനറേറ്റ് ചെയ്യാം. ഇത് AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിളിൻ്റെ വാട്ടർമാർക്ക് ഉണ്ടാവുമെന്നാണ് ഗൂഗിളിൻ്റെ പോസ്റ്റിൽ ഗൂഗിൾ പറയുന്നത്. മാത്രമല്ല അവരുടെ AI മോഡ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഫീച്ചർ ഗൂഗിൾ ക്രോമിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതും ഇന്ത്യയിൽ ലാസ്റ്റ് വീക്കാണ് അവതരിപ്പിച്ചത്. മുമ്പ് AI ഓവർവ്യൂ എന്ന് പറയുന്ന ഒരു ഫീച്ചർ എൻറോൾ ചെയ്ത ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെയാണ് AI മോഡും കൂടി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിന് പ്രത്യേകം എൻറോൾമെൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂസ്, ഇമേജസ്, വീഡിയോസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടാബുകൾ താഴെ കാണും. അതിൻ്റെ ഏറ്റവും ഇടതുഭാഗത്തായിട്ട് പുതിയൊരു ടാബായിട്ടാണ് AI മോഡ് അവതരിപ്പിച്ചിട്ടുള്ളത്. ചാറ്റ് ബോട്ടുകളിലൊക്കെ ഉള്ള പോലെ നമുക്ക് വോയിസ് വഴിയോ ടെക്സ്റ്റ് ആയിട്ടോ ഗൂഗിളിൻ്റെ തന്നെ ലെൻസ് എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിച്ച് സ്നാപ്പ് ചെയ്തിട്ടോ നമുക്കിവിടെ AI മോഡ് യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത അല്പം ആശങ്കാജനകമായിട്ടുള്ളൊരു വാർത്തയാണ്. US MIT അറിയാലോ, അവർ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നടത്തിയിട്ടുള്ളൊരു സ്റ്റഡി ഇങ്ങനെയാണ്. ഒരു കൂട്ടം ആളുകളെ അവർ 3 ഗ്രൂപ്പാക്കി തിരിച്ചു. എന്നിട്ട് അതിൽ നിന്ന് എസ്സേസ് എഴുതാൻ വേണ്ടിയിട്ട് GPT ഉപയോഗിച്ച് എഴുതുന്ന ആളുകളെയും GPT ഉപയോഗിക്കാതെ ബ്രെയിൻ മാത്രം യൂസ് ചെയ്ത് എഴുതുന്ന ആളുകളെയും സെഗ്രിഗേറ്റ് ചെയ്തവർ. എന്നിട്ട് ഈ 2 ഗ്രൂപ്പുകളോടും GPT ഉപയോഗിച്ച ആളുകളോട് അങ്ങനെയും അല്ലാത്ത ആളുകളോട് അല്ലാതെയും എസ്സേസ് എഴുതാനുള്ള ടാസ്ക് കൊടുത്തു. എന്നിട്ട് ഇത് എഴുതുന്ന സമയത്ത് ഇവരുടെ ബ്രെയിൻ സ്കാനിങ് എടുത്തു, ഇലക്ട്രോ എൻസെഫാലോഗ്രാം ഉപയോഗിച്ച്. എന്നിട്ട് ഈ കിട്ടിയ റിസൾട്ടുകൾ അവർ ഹ്യൂമൻസും അല്ലാതെ AIയും ഉപയോഗിച്ച് അസസ്മെൻറ്റ് നടത്തി. GPT മാത്രം ഉപയോഗിച്ച് എസ്സേ എഴുതിയ ആളുകൾക്ക് ലോവസ്റ്റ് ന്യൂറൽ ആക്ടിവേഷനാണ് ഈ ഇലക്ട്രോ എൻസെഫാലോഗ്രാം ഉപയോഗിച്ചപ്പോൾ അവർക്ക് കണ്ടുപിടിക്കാനായത്. ബ്രെയിൻ ഗ്രൂപ്പ്സ് അവരെഴുതിയ കോണ്ടൻറ്റിൽ കൂടുതൽ എൻഗേജിങ് ആണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ GPT വെച്ച് എഴുതിയില്ലേ, അവർക്ക് അടുത്ത ടാസ്ക് കൊടുത്തു. GPT ഇല്ലാതെ അവരോട് എസ്സേ എഴുതാൻ പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് അവരെഴുതിയ എസ്സേസ് ബയാസ്ഡും ഭയങ്കര സൂപ്പർഫിഷ്യലായിട്ടുള്ള എസ്സേസ് ആയിരുന്നു. സോ ഇത്രയും ടാസ്കുകൾ ചെയ്തതിൻ്റെ ബേസിൽ അവർ എത്തിച്ചേർന്നിട്ടുള്ളത് കുറച്ച് കീ പോയിൻറ്റുകളിലാണ്. എക്സ്റ്റെൻസീവായിട്ടുള്ള GPT യൂസേജ് ലോങ് ടേം ലേണിംഗ് പെർഫോമൻസിനെ കാര്യമായിട്ട് കുറയ്ക്കും. മനുഷ്യൻ്റെ സാധാരണയുള്ള അക്യുറസിയും ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസും കുറയ്ക്കാനും സാധ്യതയുണ്ട്. മാത്രമല്ല തങ്ങൾ എഴുതിയ എസ്സേയിൽ ബ്രെയിൻ ടീമിന് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉള്ളതായിട്ടും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. GPT ടീമിനാണെങ്കിലോ തങ്ങളെഴുതിയ എസ്സേയിൽ ലെസ് കമ്മിറ്റ്മെൻറ്റാണ് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. MIT ഇപ്പോഴും ഈ പഠനത്തിൻ്റെ വിശദ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഭാവിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. വേൾഡ് എക്കോണമിക് ഫോറത്തിൻ്റെ കണക്കനുസരിച്ച് ലോകം മൊത്തമുള്ള 30% ഡ്രഗ് ഡിസ്കവറീസ് AI ഉപയോഗിച്ചാണ്. ട്യൂബർക്കുലോസിസ്, ക്ഷയരോഗം, ഡയബറ്റീസ് തുടങ്ങിയ രോഗങ്ങൾക്കുള്ള മരുന്ന് ഉൽപ്പാദനത്തിനും അതിൻ്റെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇന്ത്യയിലെ സൺ ഫാർമ, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറി തുടങ്ങിയ കമ്പനികൾ AI ടൂളുകളിനെ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞു. സോഹോ കോർപ്പറേഷൻ കേരളത്തിലെ നെടുവത്തൂരിൽ അവരുടെ പുതിയ R&D സെൻറ്റർ ലോഞ്ച് ചെയ്തു. റൂറൽ ഏരിയകളിലുള്ള അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് ടെക് ഇൻഡസ്ട്രികളിൽ AI, റോബോട്ടിക്സ് തുടങ്ങിയ മേഖലകൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സ്ഥാപിച്ചത്. ഇതുവഴി തദ്ദേശീയരായിട്ടുള്ള ഗ്രാജുവേറ്റ്സിന് 250 പരം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് സോഹോ കോർപ്പറേഷൻ്റെ കോഫൗണ്ടറും
ഈ ഓപ്പറേഷൻ ലീഡ് ചെയ്യുന്ന ആളുമായിട്ടുള്ള ശ്രീധർ വേമ്പു പറയുന്നത്. ഏതായാലും ഈ വീക്കിലെ AI ന്യൂസ് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഈ സെഗ്മെൻറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള AI റിലേറ്റഡ് കോണ്ടൻറ്റിനായിട്ട് ഈ യൂട്യൂബ് ചാനലൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഒരു ലൈക്ക് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഹെൽപ്ഫുൾ ആകും.